വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയും അതനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമരം തുടരാൻ വീണ്ടും തീരുമാനിച്ചത്? കാരണം ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ ഭൂമി വഖഫ് ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുമ്പോഴൊരു സമയപരിധി അത് വീണ്ടും നീണ്ടുപോകും. അപ്പോൾ ആ ആശങ്ക അറിയിച്ചപ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രി മറുപടി? തീർച്ചയായിട്ടും 3 മാസത്തിന് മുമ്പ് തന്നെ അത് പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാ ആധാരങ്ങളും ഒരു തവണ കൂടി പരിശോധിച്ചുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണോ കടക്കുക? ഇല്ല, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എല്ലാ രേഖകളും കുഴിപ്പള്ളി പള്ളിപ്പുറം പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നീണ്ട ഒരു പ്രശ്നമായിരിക്കും. മാത്രമല്ല അത് സമയം ഒത്തിരി എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതല്ല ഈ കമ്മീഷൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. ഈ കമ്മീഷൻ്റെ ദൗത്യമെന്ന് പറയുന്നത് എങ്ങനെ ഒരു നിയമോപദേശം ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നൽകാൻ സാധിക്കും. അതിൽ ഗവൺമെൻറ് ആ നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഈ പ്രശ്നം വഖഫ് ബോർഡുമായി തീർക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഒരു പ്രശ്നമായി നിങ്ങൾ മുന്നിൽ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ പറ്റിയത് എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു ഭയമൊക്കെ ഉണ്ട്, ഒരു ആശങ്കയുണ്ട് മുമ്പിൽ? ഇല്ല, മുഖ്യമന്ത്രി ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുകയും അതിനെല്ലാം ഉത്തരം നൽകുകയും തീർച്ചയായിട്ടും ഇത് ഒരു രൂപരേഖ ഇതനുസരിച്ച് ഈ കമ്മീഷൻ നൽകുമെന്നാണ് ഞങ്ങൾക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച എന്താണെന്ന് അറിയിച്ചു? ഇല്ല, അത് ഞങ്ങൾ എപ്പോൾ തയ്യാറെടുക്കുകയാണെങ്കിലും താല്പര്യപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും കാണാൻ അവസരമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ രീതിയിൽ രൂപരേഖകൾ വരികയും അതനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിക്കുക തന്നെ ചെയ്യും. ഇന്നലത്തെ മീറ്റിങ്ങിന് ശേഷം അത്ര നല്ല രീതിയിലല്ലായിരുന്നു നിങ്ങൾ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ചോദ്യം, ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിന് ശേഷം വന്ന സാഹചര്യത്തിൽ വന്ന മാറ്റം എന്താണ്? എങ്കിലും ഇന്നലെ ഞങ്ങൾക്ക് കേട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ദൗത്യമെന്ന് പറയുന്നത് ആധാരങ്ങൾ പരിശോധിക്കുക എന്നതായിരുന്നു. പക്ഷേ അത് നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ ദൗത്യം എന്തായിരിക്കണം, ഇതിന് നൽകപ്പെടേണ്ട രൂപരേഖ എന്തായിരിക്കും എന്ന് പറയുന്നത് ഞങ്ങൾ പറയുകയും ചെയ്തു. അതനുസരിച്ച് മുഖ്യമന്ത്രി അത് നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മുനമ്പത്തെ ഭൂമി പട്ടികയിൽ വരുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് റദ്ദ് അത്തരം ഒരു ആവശ്യം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അവരിതെല്ലാം പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം നിയമപരമായിട്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് അവർ അന്വേഷിക്കുകയാണ്. ഈ കമ്മീഷൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ രൂപരേഖ അവർ റെഡിയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച അതിനുവേണ്ടി ഞങ്ങളെ വിളിച്ചത്.